ഹായ്, എൻ്റെ പേര് മഞ്ജിമ. ഞാൻ ഹാഫ് പേസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഒരു മാസമായി ജോയിൻ ചെയ്തിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. ക്ലാസ്സൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബേസിക്സ് മുതൽ തന്നെ സാറ് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒത്തിരി സമയം എടുത്ത് ഡിസ്ക്രൈബ് ചെയ്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സോ കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ടോപ്പിക് വൈസാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അന്നന്ന് തന്നെ അതത് ടോപ്പിക്കിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടെ റെഫർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നു. ലൈവ് ക്ലാസ് കൂടെ ആയതുകൊണ്ട് ഫോളോ ചെയ്യാനും പറ്റുന്നുണ്ട് നന്നായിട്ട്. എൻ്റെ പേര് ലവിത വി. ഞാൻ ഹാഫ് പേസ് അക്കാഡമിയുടെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഒരു 2 മന്ത് ആവുന്നു ഞാൻ ഹാഫ് പേസ് അക്കാഡമിയിൽ ചേർന്നിട്ട്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇവിടുത്തെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഡെമോ ക്ലാസ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോഴാണ് RCC ആൻഡ് BMCയുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ അത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഇപ്പോൾ PSCയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും കടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിൽ നിന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹാഫ് പേസ് അക്കാഡമി എനിക്ക് ഇപ്പം ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന RCC BMC ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ചെറിയൊരു ഞാൻ പഠിക്കാൻ മടിച്ചിരുന്ന കോഡൽ പ്രൊവിഷൻസ് പോലും സാറ് വളരെ ലളിതമായിട്ടാണ് നമുക്ക് RCCയിൽ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ BMCയിലാണെങ്കിൽ കുറേ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പിക്ചറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കത് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം തന്നെ ആ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലംസ് ആണെങ്കിലും ഇപ്പോൾ RCCക്കൊക്കെ ആണെങ്കിലും ചെയ്യുന്നത് കൊണ്ട് പിന്നീട് നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. കോഡ് നമുക്ക് കാണാതെ പഠിക്കേണ്ട. അങ്ങനെയുള്ള കുറേ ഫോർമുലാസ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ആ ക്ലാസ്സിൽ തന്നെ കാണാപ്പാഠം പഠിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ റിവ്യൂ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് വിനയ. ഞാൻ ഹാഫ് പേസ് അക്കാഡമിയിൽ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. 1 മന്ത് ആവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു റിവ്യൂ ഇടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ വലിയ വലിയ കോച്ചിങ് സെൻറ്റേഴ്സിൽ 20,000 40,000 ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്യാൻ ക്യാഷ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഫ്രഷേഴ്സ് ആയിരിക്കാം, ബിഗിനേഴ്സ് ആയിരിക്കാം, അവർക്ക് അറിഞ്ഞൂടായിരിക്കും എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് സാറിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിളാണ്. മാത്രമല്ല അവർ ഇപ്പം സിവിലിയൻസ് അങ്ങനത്തെ വലിയ വലിയ കോച്ചിങ് സെൻറ്റേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന അതേ കണ്ടൻറ്റും കാര്യങ്ങളും തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തിങ്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതും സാറിനെ പോലെ ഒരാൾ ഇതിനു വേണ്ടി മുമ്പിലേക്ക് വന്നത് തന്നെ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ ഒരു റേറ്റ് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും കണ്ടൻറ്റൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ ഇതുപോലെ ഉള്ള വലിയ 2-3 കോച്ചിങ് സെൻറ്ററിൽ മുന്നേ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം അവിടുത്തെ നമുക്ക് എടുത്ത് തരുന്ന ടോപ്പിക് വൈസ് എത്ര ഡെപ്തിലാണ് നമുക്ക് കോച്ചിങ് തരുന്നതെന്ന്. അപ്പോൾ ആ ഒരു വ്യൂവിൽ നമ്മൾ ഈ ഒരു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ശരിക്കും ഞെട്ടും. അത്രയും കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ സാറ് കോംപ്രമൈസ് ചെയ്തിട്ടേ ഇല്ല. അത്രയും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിൻസി. ഞാൻ ഹാഫ് പേജ് അക്കാഡമിയിലെ സ്റ്റുഡൻ്റാണ്. ഞാനിപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന് റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ്. ഏകദേശം 1 മന്തോളം ആയി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് സാറിൻ്റെ. ഇപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ടഫ് പോർഷനാണ് സിവിലുകാരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ. അതിൽ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല ടഫായിരുന്നു. പക്ഷേ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം എനിക്കത് അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് തോന്നി. സിമ്പിൾ സ്റ്റെപ്സിൽ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടും പ്രോബ്ലംസും ഒക്കെയാണ് സാറ് ചെയ്യിക്കുന്നത്. SOMനെ കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞൊരു ഗുഡ് എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് സാറിൻ്റെ ക്ലാസ്. ഹായ്, എൻ്റെ പേര് ബിനുജ. ഞാൻ 1 മന്തായി ഹാഫ് പേസിൽ ജോയിൻ ചെയ്തിട്ട്.
ഹാഫ് പേസിലെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ്സാണ്. നമുക്ക് എയ്ക്ക് വേണ്ടിയാണെങ്കിലും ഓവർസിയർ ബേസ്ഡ് ആണെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വളരെ ചെറിയ ഫീസിൽ തന്നെ സാറ് നമുക്ക് ഏറ്റവും മാക്സിമം എത്രത്തോളം നമുക്ക് ക്ലാസ് തരാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് ക്ലാസ് തരുന്നുണ്ട്. പിന്നെ ഓരോ ടോപ്പിക്സിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ സാറ് വളരെ ഡീറ്റെയിൽഡായി, അതായത് നമുക്ക് കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിൽ ബേസിൽ നിന്ന് തൊട്ടേ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും എനിക്കിതിൽ മോസ്റ്റ് യൂസ്ഫുള്ളായി തോന്നുന്നത് സാറിൻ്റെ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കുട്ടികളോടുള്ള. ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിലും ഓരോരുത്തരുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് സാറ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ ഒരു പഠിത്തത്തിൻ്റെ ആവശ്യമില്ല. ക്ലാസ്സിൽ തന്നെ ഓൾറെഡി ഒക്കെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എയ്ക്ക് വേണ്ടിയോ ഓവർസിയർ എക്സാമിന് വേണ്ടിയോ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഹാഫ് പേസിലെ ക്ലാസ്. താങ്ക് യു. സാർ, ഇന്നലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് സാർ ഇട്ടേക്കണുണ്ടായിരുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ. അപ്പം എനിക്കിപ്പോൾ ഈ മാസം കഴിയുമ്പം അതിന് ജസ്റ്റ് ജോയിൻ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ക്ലാസ്സുകൾ നല്ലതാണ്. ഞാൻ അവിടെ കാണുന്നതും അവിടെയെല്ലാം കൺസെപ്റ്റൊക്കെ ഇതാണ്, പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ വരും. അപ്പം നമുക്ക് അത്രയും ഒരു ഇതുമില്ല. പിന്നെ ചില കാര്യങ്ങൾ അവിടെ കിട്ടാത്തത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്, കുറച്ച് പോയിൻറ്റ്സൊക്കെ എന്തൊക്കെയോ. അപ്പം അതുകൊണ്ട് എന്തായാലും ബെറ്ററാണ്. അപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചേരണമെന്നും എനിക്കൊരു താല്പര്യമുണ്ട്. അപ്പം ഞാൻ ഈ മാസം കഴിയുമ്പോൾ അതിന് ജോയിൻ ചെയ്യാം. സാർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. സാറ് ഓവറോൾ ഡീറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഓവർസ് ഗ്രേഡ് 3ക്ക് ഉള്ള ഒരു ലെവലല്ല സാറ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കത് എല്ലാം കൊണ്ട് ഹെൽപ്ഫുള്ളാണ് എയ്ക്ക് വരെ. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് എല്ലാം ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുന്നുണ്ട്. സാറ് സ്പീഡാണെന്നൊന്നും തോന്നുന്നില്ല, കാരണം നമുക്ക് അത്രയും പോർഷൻസ് കവർ ചെയ്യണം. പിന്നെ റെക്കോർഡ് ഇടുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും ദിവസം കേട്ട ഇത് വെച്ച് നല്ല. പിന്നെ ഡെമോയിൽ ഞാൻ ക്ലാസ് ഫുള്ള 13 ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു ദിവസം 2 വെച്ച്. അതും ഇപ്പം ഞാൻ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തില്ല ക്ലാസ്സും. അപ്പോൾ ഇതുവരെയുള്ള എല്ലാം കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല സാർ. സാർ ക്ലാസ്സൊക്കെ ഓക്കെയാണ് സാർ, അടിപൊളിയാണ്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പോർഷൻസൊക്കെ ആണെങ്കിൽ എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഞാനും മുന്നേ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു കോഴ്സിന് മുന്നേ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും സാർ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ്, അതിനേക്കാൾ കുറേ എക്സ്ട്രാ പോയിൻറ്റ്സുകൾ എനിക്ക് ഈ ക്ലാസ് കൊണ്ട് കിട്ടി. അപ്പോൾ എനിക്ക് ക്ലാസ് നന്നായിട്ടാണ് എനിക്കും തോന്നിയത്. ഞാനിപ്പോൾ ഒരു 1 മന്തായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ക്ലാസ്സാണ്. നമ്മളിപ്പം ബിടെക്കിന് വിട്ടുപോയിട്ടുള്ള പല ഏരിയാസും മുഴുവൻ ബ്രഷപ്പ് ചെയ്യാൻ നോക്കിയപ്പം ശരിക്കും ആദ്യം തൊട്ട് പഠിക്കുന്ന പോലെ തന്നെ ഫുൾ കണ്ടിന്യൂറ്റിയിൽ നല്ല ഫ്ലോയിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻസ്, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അന്നേരം ക്ലിയർ ചെയ്താണ് പോകുന്നത്. പ്രോബ്ലംസ് സോൾവ് ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു ആദ്യം മുതൽ പഠിക്കുന്ന എഫക്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടും. നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഹായ്, ഞാൻ ആതിര. ഞാൻ ഹാഫ് പേസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞു. സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. കാരണം എക്സാമിനൊക്കെ ആയാലും സാറിൻ്റെ ക്ലാസ് നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. സാറ് ഓരോ ടോപ്പിക്കും എടുക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈവൻ നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് അധികമൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ആ ബേസ് തൊട്ടേ സാറ് നല്ല രീതിയിൽ ആ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സാറിനോട് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം ക്ലാസ്സിലായാൽ കൂടി നമുക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈമിൽ ചോദിക്കാൻ പറ്റില്ല പോലും സാറിനോട് പേഴ്സണലി ചോദിച്ചാലും സാറ് പറഞ്ഞു തരും. ടൈം കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരാൻ സാറ് ശ്രമിക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഈ എയും ഓവർസിയറും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലാസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാക്സിമം പോർഷൻസ് കവർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ ചിലതിലൊന്നും പറയാത്ത പല കാര്യങ്ങളും ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സത്യത്തിലൊരു കമ്പൈൻ സ്റ്റഡി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരാൾ ക്ലാസ് എടുക്കുന്നു, ബാക്കിയുള്ളവർ കേട്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അത് സത്യം പറഞ്ഞാൽ ഞാൻ ഡെമോ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള പ്രധാന കാരണവും അത് തന്നെയായിരുന്നു. കാരണം നമ്മൾ ക്ലാസ് കേൾക്കുമ്പം ക്ലാസ് അവിടെ ചോദിക്കുമ്പോൾ ഇപ്പുറത്തൊരു ആൻസർ വരുന്നു. അപ്പോൾ അവർ ആൻസർ കേൾക്കുമ്പം ഞാൻ തോന്നുന്നു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അന്ന് വിളിച്ച സമയത്ത്. അപ്പോൾ അവർ ആൻസർ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കും ആൻസർ പറയണം എന്നുള്ളൊരു തോന്നൽ വരുന്നു. ചിലപ്പോൾ അത് പറയുന്നത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷേ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്നു. ആ ഒരു ഇത് വരുമ്പോൾ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കഷൻ നടത്തുന്ന പോലെ ഒരു സ്റ്റൈലാണ് എനിക്ക് തോന്നിയത്. അത് നല്ലൊരു പോസിറ്റീവാണ്. ഞാൻ വേറെ പലയിടത്തും കാണാത്ത, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പർച്ചേസ് ചെയ്തിരുന്ന സെൻറ്റേഴ്സിൻ്റെ ഇതിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമായിരുന്നു. ഇൻട്രാക്ഷൻ കുറവായിരുന്നു. ഇവിടെ ഇൻട്രാക്ഷൻ നല്ല ഉണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വേറൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ കീഴിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡെമോൻ്റെ മെസ്സേജൊക്കെ വന്നത്. അപ്പം ഞാൻ രണ്ടും കൂടി എങ്ങനെ കൊണ്ടുപോവുക, അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഡെമോ വെറുതെ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇത്ര കുറേ പോയിൻ്റ് പഠിക്കാണ്ട്, ഡെപ്തിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്. കുറേ പുതിയ വാല്യൂസ്, കുറേ പുതിയ കൺസെപ്റ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ആ ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത കുറേ പോയിൻ്റ് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഡെമോ കഴിഞ്ഞ ഉടനെ ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതൊരിക്കലും നഷ്ടമായി എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. 2 ക്ലാസ് ആണെങ്കിലും 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, വേറെ കോച്ചിങ് സെൻറ്ററിൻ്റെ ക്ലാസ്സിൽ പോകണതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസൊക്കെ നല്ല ബെനിഫിറ്റ് തന്നെയാണ്. സാർ ആദ്യം ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ടൈം നമുക്കില്ലല്ലോ, അതുകൊണ്ട് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നോക്കാം. എനിക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു, അയ്യോ ഇനി ആ സെക്ഷൻ കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് ടൈമില്ല. എന്നാലും അങ്ങനെ നല്ലൊരു ക്ലാസ്സായിരുന്നു. അങ്ങനെ പഠിച്ചാലും തീരത്തില്ലല്ലോ, അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇതായിരുന്നു. പിന്നെ പിറ്റേഴ്സ് തൊട്ട് സാറ് ഈ കൺസെപ്റ്റും ഈ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് ഇപ്പം പഠിപ്പിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അതിനേലും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ടൈമും അതിലും സെയിം ഒരു ഇത് വരുന്നുണ്ട്. കാരണം ആ ടോപ്പിക്ക് ഇങ്ങനെ പറഞ്ഞാണ് സാർ ക്വസ്റ്റ്യൻ പേപ്പറും അത് കവർ ചെയ്യുന്നത്. നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നില്ല, ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ എല്ലാം കിട്ടുന്ന പോലെയുള്ളൊരു തോന്നലാണ്. പിന്നെ എല്ലാം ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും റിവൈസ് ചെയ്യുന്നുണ്ട്, ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം. അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ല, കൺസെപ്റ്റ് എല്ലാം പറയുന്നുണ്ടല്ലോ സാറ്. സാറേ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ്സാണ്, നല്ല സൂപ്പർ ക്ലാസ്സാണ്. കാരണം ഞാനും മറ്റ് 2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് സാറിൻ്റെ ഈ ക്ലാസ് എനിക്ക് ഉണ്ടായ അനുഭവം. കാരണം എന്ന് പറഞ്ഞാൽ സാറ് പഠിപ്പിക്കുന്ന ഓരോ സബ്ജക്റ്റ് ആയിരുന്നാലും അത് ഇപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതിൽ ഒരു സംശയം വേണ്ട. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാറിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് താമസിച്ചു പോയി. കുറച്ചുകൂടെ നേരത്തെ നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ കുറേ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ദിവസമേ നമുക്ക് ഉള്ളൂ, അപ്പം ആ ദിവസം നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ ഇതിൻ്റെ സാറിൻ്റെ ക്ലാസ് വന്നിട്ട് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് നല്ല ക്ലാസ്സാണ്, നല്ല രീതിയിൽ സാറ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം ഇത് കഴിഞ്ഞായിരുന്നു ശരി തന്നെ, സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നല്ല ഗുണം മാത്രമേ ചെയ്യുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ക്ലാസ്സാണ്, നല്ല സൂപ്പർ ക്ലാസ്സാണ്. ഹായ്, എൻ്റെ പേര് ഗ്രേസ് സോഫിയ. ഞാൻ ഹാഫ് പേസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വീക്സ് ആകുന്നു. RCC BMC ക്ലാസ്സുകളാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച കോച്ചിങ് അഫോർഡബിൾ ഫീയിൽ ലഭിക്കുന്നു എന്നതാണ് ഹാഫ് പേസ് അക്കാദമിയെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സാർ പഠിപ്പിക്കുന്ന രീതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായും ഈസിയായും സബ്ജക്ട്സ് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഓരോ സ്റ്റുഡൻറ്റിനും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം മനസ്സിലാക്കി അതിനനുസരിച്ച് ക്ലാസ് വച്ച് ഓരോ സബ്ജക്റ്റിൻ്റെയും ബേസിക്സ് മുതൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല ഓരോ സ്റ്റുഡൻറ്റിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ക്ലാസ് എടുക്കാൻ സാർ ശ്രമിക്കുന്നുണ്ട്.
ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നത്. അതുപോലെ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണ്. എല്ലാ ക്ലാസ്സുകളും ഇതുവരെയും നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സർ. ഹായ് ഓൾ, എൻ്റെ പേര് അശ്വതി. ഞാൻ ബിടെക് പഠനത്തിന് ശേഷം ഈ എക്സാമിന് വേണ്ടി കോച്ചിങ് നോക്കുന്ന സമയത്തായിരുന്നു ഹാഫ് ഫേസ് അക്കാദമിയെക്കുറിച്ച് അറിയുന്നതും ജോയിൻ ചെയ്യുന്നതും. ജോയിൻ ചെയ്തിട്ട് 1 മാസമേ ആകുന്നുള്ളൂ. RCC BMC ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. ഹാഫ് ഫേസ് അക്കാദമിയുടെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏതൊരു എക്സാം ആയിരുന്നാലും, കേരള PSC ആയിരുന്നാലും സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയിരുന്നാലും, ഓരോ എക്സാമിൻ്റെ ടോപ്പിക് അനുസരിച്ചാണ് കവർ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കുന്നതനുസരിച്ച് തന്നെ ആ ഓരോ പോർഷൻസും കൂടെ പഠിച്ചെടുത്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. സാറ് PPT പ്രസൻറ്റ് ചെയ്യുമ്പോഴും PPTയിൽ ഫിഗേഴ്സ് ഉണ്ട്, കോഡ്സിൻ്റെ റെഫറൻസ് ഉണ്ട്. ആ ഫിഗേഴ്സ് നമ്മൾ കണ്ടും കേട്ടും അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട്. ഓരോ ക്ലാസ്സിലും തൊട്ട് മുന്നേ വരെയുള്ള ക്ലാസ് അതിനെപ്പറ്റി ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടാണ് സാർ അടുത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓർത്തെടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോ പോർഷൻസ് പറയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ഏരിയ വരുമ്പോൾ, ഇക്വേഷൻസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതൊരു വളരെ വലിയ അഡ്വാൻറ്റേജാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും, പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓക്കെയാണ്, മനസ്സിലാവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ സാർ പുതിയ ടോപ്പിക് എടുക്കുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് വലിയ തുകയൊക്കെ കൊടുത്ത് ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്നതും അതേ സെയിം ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സാറ് ഇത്രയും ചെറിയൊരു തുകയ്ക്ക് പഠിപ്പിക്കുന്നത് ഒരു വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അത് ഒരു വലിയ നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു സമയം കണ്ടെത്തി പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരു വളരെ വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഏതൊരു എക്സാം എഴുതാൻ പോയാലും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും നമ്മുടെ കേരള PSC എഴുതാൻ പോയാലും നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് എഴുതാൻ പറ്റുമെന്നൊരു കോൺഫിഡൻറ്റ് ലെവല് നമുക്ക് വരും. അതുകൊണ്ട് ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ തുടക്കക്കാർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവർക്കും ഒരേപോലെ പഠിച്ചെടുക്കാൻ, ഫോളോ ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. കോച്ചിങ്ങിനൊന്നും വേറെ എവിടെയും ചേർന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നമ്മൾ പല ഇതും കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫാർ ബെറ്ററാണ്. നല്ല ക്ലാസ്സാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 750 വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബെറ്ററായിട്ടുള്ള ക്ലാസ്സാണത്. പറയാതിരിക്കാൻ വയ്യ. പിന്നെ സാറ് ഭയങ്കര സിൻസിയറായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും എന്താ പറയുക, മാക്സിമം കവർ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പം ഇനി സാറ് ഈ എക്സാം കഴിഞ്ഞാലും സാർ ഇങ്ങനെ എന്താ പറയുക, ഡെയിലി 1 hour വെച്ച് അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലാസ്സസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. ഇനി എക്സാംസൊക്കെ വരുമല്ലോ. അപ്പോൾ ഇപ്പോഴേ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം ഒരുപാട് ചെയ്യാൻ പറ്റും. അപ്പോൾ സാർ ഇത് കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. സാറിന് ഇതിൽ നല്ലൊരു ഫ്യൂച്ചറുണ്ട്. നല്ല ക്ലാസ്സാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് അന്ന് പറയാൻ പറ്റും, കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് അന്ന് സാറ് ഗ്രൂപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല. വളരെ നല്ല ക്ലാസ്സാണ്, എഫക്റ്റീവാണ്. അപ്പം പിന്നെ സാർ ഇത് കഴിഞ്ഞിട്ട് സാർ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണം. ഓരോ ബാച്ചായിട്ട് തുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് സാർ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു 6 monthോ 4 monthോ 3 month അങ്ങനത്തെ ഒരു ഇതിൽ സ്കീമിൽ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ സാറൊന്ന് തുടങ്ങി വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വളരെ നല്ലതാണ്. താങ്ക് യു സർ. എങ്ങനെയാ പറഞ്ഞോളാം ബെഞ്ചിമ. ഞാൻ ഏതാണ്ട് 2 മാസമായി ജോയിൻ ചെയ്തിട്ട്. ശരിക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ഭയപ്പെട്ടിരുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. ശരിക്കും 1 മാസം കൊണ്ട് തന്നെ സാറ് വളരെ കോൺസെപ്ച്വലായിട്ട് ബേസിക്സ് ഒക്കെ പറഞ്ഞു തന്ന് നല്ല രീതിയിൽ മനസ്സിലായി അത്. പിന്നെ ഒപ്പം തന്നെ ഓരോ ക്ലാസ്സിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ ചെയ്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ശരിക്കും കഴിഞ്ഞ എക്സാമിന് ഒത്തിരി കോൺഫിഡൻസ് ആയി. നല്ല ഭയപ്പെട്ടിരുന്നു എങ്കിലും അതുപോലെ തന്നെ എക്സാമിന് മുന്നേ സാറ് കുറച്ച് സബ്ജക്ട്സ് നമുക്ക് ബേസിക് കവറാക്കി തന്നു.
അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ശരിക്കും കഴിഞ്ഞ എക്സാമിനാണ് എൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും മനസ്സിലായത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ലൈവ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാർ എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു മഞ്ജിമ. മഞ്ജിമയുടെ ഓൾറെഡി ബണ്ടിൽ കോഴ്സൊക്കെ ഉള്ളതാണല്ലേ, പക്ഷെ എന്നാലും ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു മഞ്ജിമ. മഞ്ജിമയുടെ ഒരു പോയിന്റ് നല്ല എഫക്റ്റീവ് ആണ് റിവ്യൂസ്, ബിക്കോസ് ബാക്കിയുള്ളവർ ആദ്യമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഒരു റിവ്യൂസ്, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് ആണെങ്കിൽ നല്ലതായിരിക്കും. അനു ഒന്ന് പറയാമോ, അനുവിൻ്റെ എക്സ്പീരിയൻസ്? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരും കൂടെ പറയാം. അനു കേൾക്കുന്നുണ്ടോ? ആ സാർ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. റിവ്യൂ എനിക്കിതുപോലെ തന്നെ സെയിം തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് അതെന്ന് വെച്ചാൽ എക്സാം ടൈമിലാണ് കുറച്ചും കൂടി അതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലായത്. സെയിം തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ക്ലാസ്സിൽ എനിക്ക് ദേവസ്വം ബോർഡിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. സോ അതിൽ വന്ന ദേവസ്വം ബോർഡ് എയുടെ എക്സാം ആയിരുന്നു. അപ്പം അതിലൊരു 10 ക്വസ്റ്റ്യൻസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ഒരു 2 വീക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു എക്സാം വന്നത്. അപ്പം എനിക്ക് ആ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പോർഷൻസ് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് അതിൽ കൂടുതൽ എനിക്ക് എക്സാമിൽ ആ ഒരു സബ്ജക്റ്റിൽ നല്ല എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ എക്സാംസിലും സെയിം തന്നെയാണ്. എനിക്ക് വേറെ സാറ് മഞ്ജിമ പറഞ്ഞ പോലെ സെയിം കാര്യം തന്നെ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു അനു. വിനയ ഒന്ന് പറയാമോ? ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നേ, ഞാൻ വിട്ടുപോയത്. അതെന്ന് വെച്ചാൽ എല്ലാ കോഴ്സുകളും ഞാനിപ്പം സിവിലിയൻസിലായിരുന്നു നേരത്തെ പഠിച്ചത്. അപ്പൊ അവിടെ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ RCCക്ക് പ്രൊവൈഡ് ചെയ്തത്, ആ ഒരു സെയിം ഇതാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പൊ അതിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല ഒരു കണ്ടന്റിലും ബൈ ദിസ് ഷോർട്ട് എമൗണ്ട് ഓഫ് കോസ്റ്റിൽ. അതും കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു അനു.